അച്ഛാ, നീ ഇവിടെ വന്നിരിക്കുന്നതേ ആ അപ്പൂപ്പനെ കാണാനല്ല, പെണ്ണ് കാണാൻ വേണ്ടിട്ടാ. മരിച്ചാലും ഞാൻ അറേഞ്ച് മാരേജ് ചെയ്യില്ല. ഇത് സമ്മതിക്കാതെ ഒരു വഴിയുമില്ല. നീ സമ്മതിച്ചില്ലേ ഞാൻ തൂങ്ങിച്ചാവും. എന്താ ഭീഷണിയാണോ? സത്യടാ പറയുന്നത്. എന്തിന്റെ അഹങ്കാരടി നിനക്ക്? എന്റെ അമ്മേനെ കള്ളിയാക്കാൻ നോക്കണോ നീ? ഞാൻ കള്ളിയാക്കാൻ നോക്കിയതല്ല. ദാ ഇവര് തന്നെയാ എല്ലാ സാധനങ്ങളും എടുത്തൊളിപ്പിച്ച് വെച്ചേക്കുന്നേ. ദാ നോക്കിക്ക്. ഈ പെങ്കൊച്ച് വിളിച്ച് കാണിച്ചു തന്നിട്ട് മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അയ്യോ എടി, ക്ലിപ്പ് നമ്മുടെയാ. ഇങ്ങോട്ട് വന്നേ അമ്മേ. അയ്യോ ആ പൂർണി ഇപ്പോഴേ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അയ്യോ, ഈ കാല് ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ? ഇതാ മുത്തശ്ശി, ഇതാ മരുന്ന്. ഒന്നും മറന്നിട്ടില്ലല്ലോ. ചോറ് തിന്നുന്ന പോലെ ഇതിങ്ങനെ കഴിച്ചോണ്ടേയിരിക്കണം എനിക്ക്. എന്താ അമ്മേ, എത്ര നേരമായിട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്ക. എടി, എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ എന്താ സർക്കാർ ജോലിക്കാണ് പോണേ. കൃത്യസമയത്ത് തിരിച്ചു വരാൻ. ഇതാ ഇതങ്ങോട്ട് എടുത്തു വെക്ക്. ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം. ഗീതേ, എന്താ മോളെ ആ കവറിലുള്ളേ? ജിലേബി, സമൂസ, ഐസ്ക്രീം. അതെയോ? അമ്മമ്മക്ക് എന്നെ തടിയുള്ളേ? മുത്തശ്ശിക്ക് ഞാൻ നല്ല പാവയ്ക്ക മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ. പാവയ്ക്കാണോ? എന്നാ വേണ്ട. ഗീതേ, നിന്റെ അച്ഛനെ വിളിക്കേ. ആ അച്ഛാ, അച്ഛാ വാ, നമുക്ക് കഴിക്കാം. പൂർണി വാ.
ഗീതേ, ഇതൊക്കെ എവിടെന്നാ മോളെ വാങ്ങിച്ചേ? ഗംഗാ സ്വീറ്റ്സിന്നാണോ? അതെ, ഗംഗാ സ്വീറ്റ്സ്. അവിടുന്ന് എന്തേലും ഒന്ന് കഴിച്ചിട്ട് കാലം മറന്നു. അവിടത്തെ ടേസ്റ്റ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ടോ എന്തോ. നേരത്തെ എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ഗംഗാ സ്വീറ്റ്സിന്ന് ജിലേബി വാങ്ങിയ വാഹിയെന്ന് വെള്ളം വരും. അത്ര നന്നായിട്ടുണ്ടാക്കും അവര്. ഇപ്പൊ അവരെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ. എടി ശെൽവി, എനിക്ക് എന്തേലും ഒരു ഇച്ചിരി താടി ഒന്ന് സ്വാദ് നോക്കാൻ. ഇതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഒരു ഇച്ചിരി കഴിച്ച് എന്നെ താടി സംഭവിക്കുക. ഈ മാസം ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ ലെവൽ കണ്ടായിരുന്നോ? വളരെ കൂടുതലാ. എങ്ങനെയാ കൂടുതലെന്ന് ഇപ്പഴല്ലേ മനസ്സിലായേ? അത് മാത്രാണോ? പാതിരാത്രി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് രസഗുളയെ എടുത്ത് കഴിക്കാറുണ്ട് കള്ളി മുത്തശ്ശി. ആ, എപ്പോഴോ ഒരിക്കൽ കഴിച്ചു എന്നും പറഞ്ഞ് എപ്പോഴും ഇത് തന്നെ പറഞ്ഞു. ഒരു ഇച്ചിരി തന്നെ എന്നാ സംഭവിക്കുന്നേ? എന്താ അമ്മ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഒരു പൊട്ട് ജിലേബി തിന്നാ എനിക്ക് എന്ത് സംഭവിക്കാനാ? അമ്മേ, പറയുന്ന മനസ്സിലാക്ക്. എല്ലാരും പറയുന്ന അമ്മയുടെ നല്ലതിനു വേണ്ടിയാ. അതേടാ, എന്റെ നല്ലതിന് തന്നെയാ പറയുന്നത്. ഞാൻ പോവാ. നിങ്ങളൊക്കെ വയറ് നിറച്ച് കഴിക്കേ. ജിലേബിയും ഐസ്ക്രീമും ഒക്കെ വയറ് നിറച്ച് തിന്ന്. ചാവണ വരെ എന്തേലും ഒക്കെ തിന്ന് ഞാൻ ജീവിച്ചോളാം. എന്റെ ഭാഗ്യദോഷം. ഉം. മര്യാദക്ക് എന്റെ സൈക്കിളിന് 2000 രൂപ തന്നോ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും പൈസ കിട്ടാൻ പോണില്ല. ഓ, അങ്ങനെയാണോ? അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോവാൻ വാ. ഓഹങ്കാരി പെണ്ണെ. സെയിം ടു യു. എന്താടി? അതായത് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. നീ എന്താ എന്റെ അഹങ്കാരം കുറയ്ക്കോടി? അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഈ സ്ത്രീ ഒന്ന് നോക്കൂ സാർ. കടയിലുള്ള സാധനങ്ങളെല്ലാം കട്ടെടുത്ത് വെച്ചേക്കുവാ. എന്റെ അമ്മേനെ കള്ളിയൊക്കെ നോക്കണോ നീ? ഞാൻ കള്ളിയാക്കാൻ നോക്കിയതല്ല. ദാ ഇവര് തന്നെയാ എല്ലാ സാധനങ്ങളും എടുത്തൊളിപ്പിച്ച് വെച്ചേക്കുന്നേ. ദാ നോക്കിക്കേ. കനകം, എനിക്ക് വിശക്കുന്നടി, വാ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ തിന്നാൻ തോന്നുന്നേ? ഇതുപോലെ കക്കാൻ നടക്കലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? മനുഷ്യന് നാണം കെടുത്താനായിട്ടും. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും കണ്ണി കാണുന്ന സാധനം മുഴുവൻ എനിക്ക് ചൂണ്ടാൻ തോന്നും. ഡോക്ടർ പോലും എന്റെ രോഗം മാറ്റാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നെ. എല്ലാം എന്റെ തലയിലെടുത്താ. അതൊക്കെ പോട്ടെ, നീ കഴിക്കാൻ വാ, എനിക്ക് വിശക്കുന്നു. ഓ, നിങ്ങൾ പോയി കഴിക്ക, എനിക്കൊന്നും വേണ്ട. രാത്രി ഒന്നും കഴിച്ചില്ലെങ്കി വിശന്നിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുക? വാ മോളെ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യരുതെന്ന് വിചാരിച്ച 2 കാര്യങ്ങളുണ്ട്. ആ തമിഴത്തി പെണ്ണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചു. അതിലൊന്ന്, പലിശയ്ക്കല്ലാതെ ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തത്. രണ്ടാമത്തെ, മാനും മര്യാദയും പോയി തല കുനിച്ചു നിന്നത്. ഇത് രണ്ടും എനിക്ക് സംഭവിച്ചത് അവള് കാരണം. അവളും അവള് ചെയ്ത കാര്യങ്ങളും ഈ ജന്മം എനിക്ക് മറക്കാനാവില്ല. അത് മറക്കാതിരിക്കാൻ ഞാൻ എന്തായാലും പട്ടിണി കിടന്നെന്റെ വയറ് കത്തണം. അവളെ ഞാൻ എന്റെ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അവളെ എന്റെ കയ്യിൽ കിട്ടാതിരിക്കില്ല.
ഛീ! മോളെ ശെൽവി ഒരു ഇച്ചിരി കാപ്പി താടി. എന്റെ ഈ തുമ്മലൊന്ന് പോട്ടെ. കാപ്പിയില്ല ചായയില്ല. അമ്മ അവിടെ തുമ്മിക്കൊണ്ടിരുന്നാ മതി. പറയുന്ന ഒരു കാര്യമെങ്കിലും അനുസരിക്കാറുണ്ടോ? ദേഹം മുഴുവൻ ഷുഗർ ഫാക്ടറി ആക്കി വെച്ചിട്ട് പിന്നെ ജിലേബി കഴിക്കുക. മൂക്ക് മുഴുവൻ സൈനസ് ഫാക്ടറി വെച്ചിട്ട് ഐസ്ക്രീം കഴിക്കുക. എത്ര പറഞ്ഞാലും കേക്കില്ലല്ലോ. അച്ഛി! തുമ്മ്, നന്നായിട്ട് തുമ്മ്. ഒരു തുള്ളി കാപ്പി പോലും ഇനി ഞാൻ അമ്മയ്ക്ക് തരില്ല. ഈ വയസ്സാങ്കാലത്ത് എന്നെ ദ്രോഹിച്ചാ നിനക്ക് പാപം കിട്ടൂടി. ആ സാരമില്ല, കിട്ടിക്കോട്ടെ. എനിക്ക് എത്ര പാപം വേണേലും കിട്ടിക്കോട്ടെ. ഡി ഗീതേ, ദേ കാപ്പി. എന്നെ പറഞ്ഞാ മതിയല്ലോ. നിന്നെ പോലെ ഒരെണ്ണത്തിനെ പ്രസവിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. പെറ്റപ്പോ ഒരെണ്ണം നല്ലേനെ പെറ്റെങ്കി ഇന്ന് എനിക്ക് ഈ ഗതി വരുവോ? എന്താ ശിവകാമി ഇത്? എന്തൊക്കെയാ ഈ പറയുന്നത്? മുത്തശ്ശിക്ക് ഇവിടെ എന്തിന്റെ കുറവാ? എന്റെ അച്ഛൻ നിങ്ങളുടെ മരുമോനാണെങ്കിലും എത്ര നന്നായിട്ടാ നോക്കുന്നേ. സ്വന്തം അമ്മയെ പോലെയല്ലേ നോക്കുന്നേ, അത് ഒരു ദൈവത്തെ പോലെ. ആ അതൊക്കെ സത്യ. എന്റെ മരുമോൻ ദൈവം തന്നെയാ. അവനുള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് സന്തോഷായിട്ട് ജീവിക്കുന്നെ. നാളെ നിന്റെയും ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോയാ പിന്നെ നിന്റെ അച്ഛനും അമ്മേനെയും നോക്കാൻ ആരാ എവിടെയുള്ളേ? എന്താ ഇത്? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അമ്മയുടെ തലയ്ക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? ഞങ്ങളെ ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ ഭർത്താക്കന്മാര് ഇവരെ നന്നായിട്ട് നോക്കിയാ മതി. ലോകത്തിലെ എല്ലാ ആണുങ്ങളും അച്ഛനെ പോലെ നല്ലവരാവണമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഗീതയുടെ കാര്യം ആദ്യം നോക്കിയാ മതി. മൂത്തവള് നീ ഇവിടെ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? വെറുതെ ഞാൻ മൂത്തവളാണെന്നൊന്നും പറയണ്ട. അത്രയ്ക്ക് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. നിന്നേക്കാൾ ഒരു വയസ്സ് മൂത്തതല്ലേ ഞാൻ. നീ തന്നെ ആദ്യം കെട്ടിക്കോ. എന്നിട്ട് നീ എപ്പോഴാ കല്യാണം കഴിക്കാ? എന്റെ പ്രായമായിട്ടോ? വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഞാനെന്ത് പറഞ്ഞോട്ടെ? ഈ വർഷം പൂർണിയുടെ കല്യാണം, അടുത്ത വർഷം ഗീതയുടെ കല്യാണം നടത്തും. പൂർണിക്ക് വരുന്ന ഒരു ആലോചനയും ശരിയാവുന്നില്ല. ഇവൾക്ക് നല്ലൊരു ബന്ധം ഇനി ഈശ്വരനെ എന്നാണോ കൊണ്ടുതരാൻ പോകുന്നേന്നും അറിയില്ല. ചേച്ചി, ഈ കല്യാണത്തിനൊക്കെ കോലം വരയ്ക്കണ വീട് ഇതല്ലേ? ആ അതെ അതെ, ഇത് തന്നെയാ. വരൂ വരൂ, അകത്തേക്ക് വരൂ, ഇരിക്കൂ. ആ പൂർണി, നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എന്നിട്ട് വേഗം കുറച്ച് കാപ്പി ഇട്. അയ്യോ, കാപ്പിയൊന്നും വേണ്ട. നിങ്ങള് തമിഴരാ? ആ അതെ, ഞങ്ങളും തമിഴര് തന്നെയാ. ഞങ്ങളുടെ ശരിക്കും നാട് സേലത്താ. ജോലിക്ക് വേണ്ടി ഈ നാട്ടില് വന്നതാ. അങ്ങനെയാണോ? ആ നിങ്ങളും ഞങ്ങളുടെ കൂട്ടരാണെന്ന് അറിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചു വന്നതാ. എന്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണമായി. ഓ, അതിന് കോലവും മൈലാഞ്ചിയൊക്കെ ഇടുന്നതിന് വേണ്ടി നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാ വന്നത്. നമുക്ക് നന്നായി ചെയ്യാം. ചാർജൊക്കെ എത്രയാവും? എത്ര കോലം ഇടണം, മൈലാഞ്ചി എത്ര പേർക്ക് ഇടണം, അതറിഞ്ഞിട്ടേ പൈസ പറയാൻ പറ്റൂ. കോലം ഒരുപാടുണ്ട് ഇടാനായിട്ട്. വലിയ സ്ഥലം അത്. അതുപോലെ വരുന്ന എല്ലാ ബന്ധുക്കൾക്കും തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടും വേണം. അങ്ങനെയെങ്കിൽ എനിക്ക് മാത്രമായിട്ട് പറ്റില്ല. എന്റെ 2 മക്കളും കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. സാധനങ്ങൾ നിങ്ങൾ വാങ്ങിത്തരണം. ഇപ്പൊ കുറച്ച് അഡ്വാൻസ് തന്നാ എത്ര ജോലി ഉണ്ടെന്ന് നോക്കിയിട്ട് അവസാനം ബാക്കി പേയ്മെന്റ് പറയാം. ശരി, ഇത് പിടിച്ചോ. ഇപ്പൊ ഒരു 2000 അഡ്വാൻസ് വെച്ചോളൂ. നന്ദി. ഇന്ന് നിങ്ങളുടെ പേരിൽ അഡ്വാൻസ് തന്നായിട്ട് എഴുതാം. പേരൊന്ന് പറഞ്ഞേ. ധനലക്ഷ്മി. ശരി. കല്യാണം എപ്പോഴാ? ഈ മാസം 10-ാം തീയതി. 2 ദിവസമല്ലേ ഉള്ളൂ. ശരി, കല്യാണം നടക്കുന്ന സ്ഥലത്തെ അഡ്രസ് പറയ്. മണ്ഡപത്തിലാണോ വീട്ടിലാണോ? മണ്ഡപ മോളെ. ശ്രീനിവാസ കല്യാണ മണ്ഡപം, ഏകാംബരക്കുപ്പം. ഏകാംബരക്കുപ്പത്തെന്ന് പറയുമ്പോ അപ്പോ കല്യാണം ഈ നാട്ടിൽ വച്ചല്ലേ? അല്ല, പക്ഷെ അധികം ദൂരമൊന്നുമില്ല. 40 കിലോമീറ്ററേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, പെൺകുട്ടികളല്ലേ. 2 ദിവസം വേറെ നാട്ടിലൊക്കെ പോയി നിക്കണെന്ന് പറഞ്ഞ അത് കുറച്ച് കഷ്ടം. അച്ഛാ, ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങള് നോക്കിക്കോളാം. അതല്ല മോളെ. ചേട്ടാ, എന്റെ സ്വന്തം മക്കളെ പോലെ നോക്കിക്കോളാം. അതിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. കാറിൽ കൊണ്ടുപോയി കാറിൽ തിരിച്ചു കൊണ്ടുവരാം. അതെ ഏട്ടാ, അഡ്വാൻസ് വരെ വാങ്ങിയല്ലോ. കല്യാണക്കാരിയാ, വേണ്ടെന്നെങ്ങനെയാ വെക്കുക? ശരി മോളെ, നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ എത്തിക്കോളാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരാം. ശരി.
ഏട്ടാ, നമ്മുടെ കൂട്ടുകാരുടെ കല്യാണോ? അവിടെ പോകുമ്പോ നമ്മുടെ മക്കളെ പലരും കാണും. എന്തെങ്കിലും നല്ല ബന്ധം വന്നാലോ? എന്തു പറയുന്നു? നമുക്ക് നോക്കാം. നിങ്ങൾ നാട്ടിലെ എല്ലാവരുടെയും കല്യാണത്തിന് കോലമിടുന്നു, കയ്യിൽ മൈലാഞ്ചി ഇടാൻ പോകുന്നു. എന്നാൽ നമ്മുടെ മക്കളുടെ കയ്യിൽ എന്നാ മൈലാഞ്ചി ഇടാൻ പോകുന്നത്? വീടിന്റെ മുറ്റത്ത് എപ്പോഴാ കോലമിടാൻ പോകുന്നത്? അതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഏട്ടാ. ഏട്ടൻ വിഷമിക്കാതിരിക്കെ. ഉന്നെ എന്നെ നാനും കണ്ടേനേ, யார் கை திறந்தேனே, கண்ணுக்குள்ளே காதல் கொண்டேனே, மீண்டும் பிறந்தேனே, இன்னும் இன்னும் വീണ്ടും என்பேனே, നെഞ്ചുക്കുള്ളേ ഉന്നെ വയ്പേനേ. എടാ ഗോവിന്ദ, നീ എന്താടാ ഈ സാമ്പാർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? ലവ് ആടാ, ലവ്. ഡാ, ആ പെണ്ണ് ആരാണെന്ന് എന്താണെന്ന് പോലും അറിയില്ല. എന്ത് ഭ്രാന്തൊക്കെ നീ പറയണേ? ആ പെണ്ണ് ആരാണെന്ന് എനിക്കറിയാം. അറിയാന്നോ? എങ്ങനെ അറിയാം നിനക്ക്? ആ പെണ്ണിനെ ഇന്ന് ഞാൻ കണ്ടായിരുന്നു. ഇന്ന് കണ്ടെന്നോ? പേര് കണ്ടുപിടിച്ചോ? പേരറിയില്ല, പക്ഷെ അഡ്രസ് എനിക്ക് കിട്ടി. പേരറിയാതെ അഡ്രസ് എന്തിനാടാ പറഞ്ഞേ? അവളൊന്നും പറഞ്ഞില്ലടാ, ഞാൻ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചതാ. അങ്ങനെയാ? അത് മാത്രമല്ലടാ, വേറൊരു കാര്യം പറഞ്ഞാ നിനക്കും സന്തോഷാവും. ഞാൻ സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ എന്ത് കാര്യടാ? അന്ന് നമ്മള് പെണ്ണ് കാണാൻ പോയപ്പോ ഞാനല്ല നീയാണ് ചെക്കനെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ആ പെണ്ണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു നീ പറഞ്ഞായിരുന്നല്ലോ. അവളെപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാടാ. ആ പെണ്ണ് പ്രേമിക്കാൻ നിനക്ക് ചാൻസ് വന്നിരിക്കല്ലേ? അവളെ പ്രേമിക്കാൻ ചാൻസ് ഉണ്ടെന്നോ? അതേടാ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണും നീ ഇഷ്ടപ്പെടുന്ന പെണ്ണും ഒരു വീട്ടിലാ താമസിക്കുന്നെ. ചേച്ചി അനിയത്തിന്നാ തോന്നുന്നേ. ആണോടാ? അതേടാ. അവരെ രണ്ടുപേരും നമുക്ക് വീഴ്ത്തിയാലോ? എന്തായാലും വീഴ്ത്തണം. നമുക്ക് ആ വീട്ടിലേക്ക് പോവാൻ ഒരു ഐഡിയ ആലോചിച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? അവളുടെ അച്ഛൻ ഒരു TV മെക്കാനിക്കാ. നമുക്കൊരു TV എടുത്ത് റിപ്പയർ ചെയ്യാനെന്ന പേരിലെ ആ വീട്ടിലേക്ക് പോവാം. അർജന്റായി ഒരു TV സെറ്റ്. അതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. നമ്മുടെ അമ്മ പിടിച്ചോണ്ടുവന്ന ടിവിയുടെ നിറയെ ഇരിപ്പുണ്ട്, അതിലൊന്നും എടുക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലും ആ പെണ്ണിനൊന്ന് വീഴ്ത്തണം. ഏട്ടാ, എന്താ അത്ര ലേറ്റ് ആയിട്ട് വരുന്നേ? കുറച്ച് പണി തീർക്കാണ്ടായിരുന്നു. ഏയ്, അകത്തേക്ക് പോലെ ഇങ്ങോട്ട് വാ. വാ വാ ഏട്ടാ, വാ വാ. എന്താ സൈലന്റ് ആയിട്ട് എസ്കേപ്പ് ആവുന്നേ? അത് പിന്നെ ഒന്നുമില്ലടാ. ഡാ, അലുവയുടെ മണം വരുന്നുണ്ടല്ലോ. ഒന്നും മിണ്ടാരിയടാ പ്ലീസ്. അത് ഞാൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാ. അമ്മ എങ്ങനെ പറഞ്ഞാ തീർന്നടാ. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകെ എത്തിത്തോടാൻ എത്തുകില്ല മറിവില്ലാണ് നീ. അവിടെ നിക്കടി. എന്താടി എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നേ? കല്യാണം കഴിഞ്ഞ ഒരു വർഷമാകാൻ പോകുന്നു. അന്ന് തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? എടിയില്ലേ ഇതേ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. ഇനി നടക്കാൻ പോകുന്നത് കണ്ടോ നീ? എന്താന്ന്? ലത ലത എന്ന് വിളിക്കുമ്പോ നിങ്ങളുടെ ലുക്ക് മാറുന്നുണ്ടല്ലോ. കയ്യിന്ന് വിട്, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. നീ എപ്പ നോക്കിയാലും അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാ നമ്മുടെ കുടുംബജീവിതം ഭംഗിയാവില്ലോ. എന്റെ അമ്മായി കൊടുക്കാന്ന് പറഞ്ഞ കടം തീരുന്നവരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ഇനി അങ്ങനെ ഒരു ജീവിതം ഇല്ലെന്നൊരു തീരുമാനം എടുത്തേക്കാ ഞാൻ. നമ്മള് കള്ളത്തരം കാണിച്ച് കല്യാണം കഴിച്ച പോലെ കള്ളത്തരം കാണിച്ച് കുടുംബജീവിതം നടത്താം. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നവരെ അമ്മക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സാധനം തരാം. ഞാനെന്താ കൊണ്ടുവന്നേ നോക്ക്, മുല്ലപ്പൂ. ദേ നല്ല ആലുവയും കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. അപ്പോഴേക്കും നാണം വന്നു. നിർത്തടി, ഓഫ് ചെയ്യടി. ഇതേ പരവശമേ. ഇതേ പരവശമേ. ഒന്ന് നിർത്തടി. ഇപ്പൊ എന്തിനാണ് ഈ വിസിലടിച്ചേ? ഇത് റൊമാൻറ്റിക് വിസിലായിരുന്നു. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു.